മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദുർഗ സ്നേഹത്തോടുകൂടി കണ്ണന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണം കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല. കരുണ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കിക്കൊണ്ട് മേളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ദുർഗ ഓരോരോ കറികളായിട്ട് കണ്ണന് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ അമ്മയെ ഓർമ്മ വരുന്നത്. അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ എനിക്ക് വിളമ്പി തരും, അതുപോലെ എൻ്റെ വായിൽ വെച്ച് തരും ഒക്കെ ചെയ്യൂലായിരുന്നു. ആ കാര്യം എനിക്ക് ഓർമ്മ വരിക. പിന്നീട് എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ മാറിപ്പോയെന്ന് ചോദിക്കുമ്പം അത് മോനെ അതാ വാമദേവൻ കാരണം. ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് മോൻ്റെ അച്ഛനെയും വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് മോനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നതിന് ശേഷം ഞാൻ എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണം പോലും ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ മോനക്ക് ഞാൻ വാരി തന്നെന്ന് നിർബന്ധമായിരുന്നു. എന്നിട്ട് ഈ ദുർഗയാണെങ്കിൽ ഇന്ന് കണ്ണൻ ചെറുതായിരുന്നപ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം എടുത്ത് വയ്ക്കണ സമയത്ത് തനിയെ കഴിക്കാതെ അമ്മ എനിക്ക് വാരി തന്നെന്നും പറഞ്ഞ് ദുർഗ കണ്ണന് വാരി കൊടുക്കുന്നതും, ആ സമയത്ത് ഉണ്ണി വരുമ്പം ഉണ്ണിക്കും അതുപോലെ തന്നെ വാരി കൊടുക്കണതൊക്കെ ഈ കണ്ണനോട് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ എന്നത്തെയും പ്രാർത്ഥന എൻ്റെ ആ പഴയ അമ്മയെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമായിരുന്നു. എന്തായാലും ഭഗവാൻ അത് കേട്ടല്ലോ, എനിക്കിപ്പോൾ സന്തോഷമായി അമ്മേ. ഇനി അമ്മ എന്തെങ്കിലും മാറിപ്പോകുമെന്ന് ചോദിക്കുമ്പം ഇല്ല മോനെ, ഇനി ഞാൻ ഒരിക്കലും മാറില്ല. അന്ന് വിശ്വട്ടന് ആക്സിഡൻറ്റ് വന്നതിന് ശേഷം ഈ വാമദേവന എന്നെ നിനക്കെതിരാക്കിയത്, എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത വിഷമൊക്കെ കുത്തി നിറച്ച് തന്നതും വാമദേവന. അതുപോലെ തന്നെ നിന്നെ നല്ല രീതിയിലൊന്ന് ചികിത്സിക്കാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ മോനേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മേ, അമ്മയ്ക്ക് തെറ്റ് പറ്റിയെന്ന് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ബോധ്യമായല്ലോ. പിന്നെ അമ്മയ്ക്ക് എന്നെ ചികിത്സിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. എന്തായാലും മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എൻ്റെ എല്ലാ കഷ്ടകാലവും മാറി അമ്മ. മഹി മഹാഭാഗ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങളെല്ലാവരും അവളെ ശത്രുവായിട്ടല്ലേ കണ്ടിരുന്നത്, പക്ഷേ മഹി ഒരിക്കലും ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല. ഇപ്പം തന്നെ അയാളുടെ അനുജത്തിയല്ലേ കാരണം. അവൾ മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി വിട്ടില്ലേ, എന്നിട്ടും മഹിക്ക് അവളോട് വിരോധമൊന്നുമില്ല. അവൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് മഹി ഇപ്പോഴും ആഗ്രഹിക്കണേന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതെനിക്കറിയാടാ മോനെ, മഹാലക്ഷ്മി എപ്പോഴും കരുണയുടെ ചേച്ചിയുടെ സ്ഥാനത്താണ് നിൽക്കണത്. പക്ഷേ കരുണ ഒരിക്കലും അവളെ ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. അതുമാത്രമല്ല മഹാലക്ഷ്മി കഷ്ടപ്പെട്ട് കാണാനോ കരുണ എപ്പോഴും ആഗ്രഹിക്കണേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് തന്നെ അവളുടെ നാശത്തിൻ്റെ തുടക്കവും. അവളുടെ ചേച്ചിയെ എന്ന് സ്നേഹിച്ച് തുടങ്ങണോ അന്ന് അവളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മ മഹിയെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ. മഹിയുടെ ജീവൻ കളഞ്ഞും അമ്മയെ തിരിച്ച് സ്നേഹിക്കും. അല്ലെങ്കിലും അമ്മയോട് മഹിക്ക് ദേഷ്യമൊന്നുമില്ല. മഹി ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അവളുടെ അമ്മ മാത്രമേ അവളെ സ്നേഹിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഒരുപാട് ഓമനിച്ചാണ് വളർത്തിയത്. അതുമാത്രമല്ല കരുണ ഒന്ന് വീണാൽ പോലും അതിന് തല്ലുകൊള്ളണത് മഹിയായിരുന്നു. ആ വേദനയൊക്കെ സഹിച്ചാൽ അവൾ ജീവിച്ച് ഇത്രയും വരെ എത്തിയത്. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മഹിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇനി നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടടാ കണ്ണ. ഇനി എന്തായാലും ഞാൻ എൻ്റെ മഞ്ജുവിനെ കാണുന്ന പോലെ തന്നെ മഹാലക്ഷ്മിയെയും കണ്ടോളാന്ന്. അത് കേട്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് ശരിക്കും പറയണതല്ലേ, എൻ്റെ അടുത്ത് അഭിനയിക്കണമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം ഇനി ഞാൻ എങ്ങനെയാണോ മോനെ നിന്നെ ഇത് വിശ്വസിപ്പിക്കണേ, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഇനി ഒരിക്കലും എനിക്ക് പഴയതുപോലെ ആവണ്ടെന്നും പറഞ്ഞ് ദുർഗ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അമ്മ കരയൊന്നും വേണ്ട, എന്തായാലും അമ്മയുടെ മനസ്സ് മാറിയല്ലോ, എനിക്കത് മതിയെന്നും പറഞ്ഞിങ്ങനെ കണ്ണൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും വാമദേവനെയാണ്. പ്രതാപനാണെങ്കിൽ വാമദേവനോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടെ വാമ, അവൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സർവ്വ സമ്പാദ്യവും വിറ്റാലും നഷ്ടപരിഹാരത്തിനുള്ള തുകയാവില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ സമ്പാദ്യം വിറ്റാലും എൻ്റെ അമ്മയുടെ പേരിലുള്ള സമ്പാദ്യം ഉണ്ടാവുമല്ലോ എൻ്റെ മോൾക്കെന്ന. പക്ഷേ ഇപ്പോൾ അതാണെങ്കിൽ ആ ദുഷ്ടൻ ഉണ്ണി എഴുതി വാങ്ങിക്കഴിഞ്ഞു. ഇനി എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു സമ്പാദ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ അതിലും കഷ്ടമാടാ. എൻ്റെ സമ്പാദ്യം എല്ലാം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്വാതിയുടെ വിവാഹം എങ്ങനെ നടത്തും, മേഘനെ എങ്ങനെ ചികിത്സിക്കും, മേഘന ആണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ ഇപ്പോഴും മേളിലേക്ക് നോക്കി കിടക്കുക. ഇനി അവനെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ശത്രുക്കൾ ശക്തരായി കഴിഞ്ഞു, ഇനി നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് ചുറ്റിനും. നമ്മൾക്കാണെങ്കിൽ ചുറ്റിനും ആരുമില്ല. എല്ലാവരും നമ്മളെ ഇപ്പോൾ കൈയൊഴിഞ്ഞ മട്ട. ആ ഉണ്ണി നമ്മുടെ കൂടെ നിന്നവനല്ലേ, പക്ഷേ അവൻ്റെ അച്ഛനെ ഞാൻ കൊന്നു എന്ന് അറിഞ്ഞിട്ട് അവനക്ക് അച്ഛൻ മരിച്ച വിഷമമൊന്നുമല്ല, എൻ്റെ സ്വത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഉണ്ണിക്ക് കണ്ണൻ്റെ സ്വഭാവം അല്ലടാ, എന്തൊക്കെ പറഞ്ഞാലും കണ്ണൻ്റെ മനസ്സിലൊരു നന്മയുണ്ട്, പക്ഷെ ഉണ്ണിക്ക് സ്വത്തെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രതാപ് പറയുന്നുണ്ട്, അതെങ്ങനെ അങ്ങനെ അല്ലാണ്ടാവും, തൻ്റെയും മോൻ്റെയും സ്വഭാവം ഉണ്ണിക്ക് കിട്ടിയേക്കണം, എന്തായാലും എൻ്റെ മോളുടെ ജീവിതം പോയല്ലോ. ആ സമയത്ത്
വാമദേവൻ പറയുന്നുണ്ട്, നിൻ്റെ മോൾക്ക് ഇപ്പോൾ എന്താ കുഴപ്പം? നിൻ്റെ മോളെ ഉണ്ണി കമലേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുപോയില്ലേ, പിന്നെ അവിടുത്തെ ചിലവൊന്നും നടത്തുന്നത് ഉണ്ണിയല്ലല്ലോ, അതുകൊണ്ട് നിൻ്റെ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിൻ്റെ മോള് പഴയതുപോലെ അഹങ്കാരം എടുത്ത് മഹാലക്ഷ്മീനെയും കണ്ണനെയും കുഞ്ഞിനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിൻ്റെ മോളുടെ ഗതി അധോഗതിയാവും. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതാ എനിക്ക് പേടി. എന്തായാലും നീ അറിയാത്ത ഒരു കാര്യം കൂടി ഉണ്ടോ വാമാന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണെന്ന് ചോദിച്ചതും, നിനക്കറിയില്ലല്ലോ കണ്ണൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, കണ്ണൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയോ, നിന്നോട് ഇത് ആരാ പറഞ്ഞാൽ, ഇനിയിപ്പോൾ നിൻ്റെ പ്രാന്ത് മാറിയില്ലേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പ്രാന്ത് പറയണതൊന്നുമല്ല, ശരിക്കും കണ്ണൻ എഴുന്നേറ്റ് നടക്കും. അവൻ നമ്മുടെ മുന്നിൽ വീൽ ചെയറിൽ നടക്കണമെന്നേ ഉള്ളൂ. അവൻ മാസങ്ങളായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പ്രതാപ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് സത്യടാ, അല്ലെങ്കിൽ എൻ്റെ അമ്മ വരുമ്പോൾ നീ അമ്മയോട് ചോദിച്ചു നോക്ക്. അന്ന് ഞാൻ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഒരുങ്ങിയില്ലേ, അന്ന് അവൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ ഇഞ്ച ചതയ്ക്കണ പോലെയാണ് ചതച്ചത്. അവനക്ക് മാർക്കോയേക്കാളും വലിയ ആരോഗ്യമാടാന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം, അതവർ രഹസ്യമാക്കി വച്ചേർന്നതാണ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരാരോടും പറയാതിരുന്നതാണ്. പക്ഷേ അത് നമുക്ക് മാത്രമേ അറിയാൻ പാടില്ലാത്തേ ഉള്ളൂ. അവരുമായി ചേർന്ന് നിൽക്കണ എല്ലാവർക്കും ആ സത്യങ്ങളൊക്കെ അറിയാം. അന്നൊരിക്കൽ മേഘൻ മൂന്നാർ പോയി വന്നപ്പോൾ പറഞ്ഞത് നീ ഓർക്കണില്ലേ, കണ്ണനും മഹാലക്ഷ്മിയും അതിലെ നടക്കണത് മേഘൻ കണ്ടുവെന്ന്. അന്നേരം നമ്മളെല്ലാവരും വിചാരിച്ചത് അവൻ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് പറയണേന്നാ. പക്ഷെ അത് സത്യമായിരുന്നടാ, അന്ന് മുതലേ കണ്ണൻ നടക്കണതാ. അങ്ങനെയാണ് മഹാലക്ഷ്മിക്ക് കുഞ്ഞുണ്ടായതെന്ന്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അപ്പോൾ ഇനി നമ്മളുടെ തകർച്ച പൂർത്തിയായി, ഇനി ഒരു രീതിയിലും നമുക്ക് കണ്ണനെ ജയിക്കാൻ പറ്റില്ല. അതല്ലടാ ഇപ്പോൾ എൻ്റെ വിഷമം, എൻ്റെ കർണമോളെങ്ങാനും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കെട്ടി തൂങ്ങിച്ചാവുന്നു. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, അതിന് കണ്ണൻ നടക്കണേന് നിൻ്റെ മോളെന്തിനാടാ തൂങ്ങിച്ചാവണേന്ന് ചോദിക്കുമ്പം, അതല്ല വാമ, എൻ്റെ മോളുടെ ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മഹാലക്ഷ്മിയുടെ ഭർത്താവ് വീൽ ചെയറിലാന്നുള്ളത് മാത്രം. ഇനിയിപ്പോൾ അത് അങ്ങനെയല്ല, കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്നൊക്കെ എൻ്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൾക്കത് സഹിക്കാൻ പറ്റില്ല. കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ട് നടക്കണ ആ ഒരു കാഴ്ച സങ്കല്പിക്കാൻ പോലും എൻ്റെ കർണമോൾക്ക് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പാവാമ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന്. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, അത് നിൻ്റെ മോൾക്ക് പ്രാന്തായിട്ടാ. എന്തായാലും വേറൊരാൾ എഴുന്നേറ്റ് നടന്നു എന്നും പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് വലിയ കൊലക്കുറ്റമൊന്നും അല്ലല്ലോ, കണ്ണനെ ചികിത്സിച്ചപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടന്നു, അതിനെന്തിനാ നിൻ്റെ മോള് ചാവാൻ നിൽക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാതെ കേസിൽ നിന്നും പ്രതാപനെ ഒഴിവാക്കി തന്നെന്ന് ഉണ്ണിയോടും കരുണയോടൊക്കെ പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഫോണെടുത്ത് കരുണയ്ക്ക് വിളിക്കുന്നുണ്ട്. കരുണ ഫോൺ എടുത്തതും എന്താ മുത്തശ്ശിന്ന് ചോദിക്കുമ്പോൾ, ഞാനിന്ന് നിൻ്റെ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അന്നേരം അച്ഛനെ എന്താ പറഞ്ഞാൽ, അച്ഛനവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പം, ജയിലല്ലേ മോളെ, ജയിലിൽ എന്ത് സുഖം കിട്ടാനാ, പിന്നെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ മുത്തശ്ശിന്ന് ചോദിക്കുമ്പം, അച്ഛനൊരു കാര്യം പറഞ്ഞു, നഷ്ടപരിഹാരം കൊടുക്കണ കേസിൽ നിന്നും പ്രതാപനെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാവോ എന്ന് ചോദിച്ചു. അത് ആരെ ഒഴിവാക്കണേന്ന് ചോദിക്കുമ്പം, അത് മോള് ഉണ്ണിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കണ്ണനുമായിട്ട് സംസാരിച്ച് കണ്ണനെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതാ പ്രതാപൻ എന്നോട് പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ, എനിക്ക് കണ്ണേട്ടനോട് പറയാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു നോക്കാം, ഉണ്ണിയേട്ടൻ സമ്മതിക്കുമെന്ന് പറഞ്ഞൊന്നും അറിയില്ല മുത്തശ്ശി എന്ന് പറയുമ്പം, എങ്ങനെയെങ്കിലും മോളത് സമ്മതിപ്പിക്കണം മോളെ, ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ എല്ലാ സമ്പാദ്യവും വിറ്റ് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും, പിന്നെ അറിയാലോ മോൾക്ക് വേറെ സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അതിന് അച്ഛൻ്റെ സമ്പാദ്യമൊക്കെ വിറ്റ് നഷ്ടപരിഹാരം കൊടുത്താലും പിന്നെയും ഉണ്ടല്ലോ മുത്തശ്ശി നമുക്ക് സമ്പാദ്യം, മുത്തശ്ശിയുടെ വീടും പറമ്പും ബാങ്ക് ബാലൻസൊക്കെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ നിന്ന് പരുങ്ങുന്നുണ്ട്. ആ സമയത്ത് കരുണയ്ക്ക് സ്വാഭാവികമായിട്ടും ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഉണ്ട് മോളെ, എന്നാലും നമ്മളുടെ സമ്പാദ്യം കുറേ തീരൂലേ, അതുകൊണ്ട് ആ കേസിൽ നിന്നും പ്രതാപനെ ഒഴിവാക്കുവാണെങ്കിൽ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കണ്ടല്ലോ, മോളെ എങ്ങനെയെങ്കിലും ഉണ്ണിയോട് പറഞ്ഞത് സമ്മതിപ്പിക്കുമെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല, ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം മുത്തശ്ശി, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉണ്ണിയേട്ടൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കുമെന്ന് തോന്നണില്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന്. എന്തായാലും മോളൊന്ന് സംസാരിച്ച് നോക്കുമെന്നും പറഞ്ഞ് ഈ പ്രതാപൻ്റെ അമ്മ ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ കരുണ ഫോണും കൈ പിടിച്ചുകൊണ്ട് എങ്ങനെ ഇത് ഉണ്ണിയേട്ടനോട് പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി കരുണ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പം, അല്ല ഇപ്പം മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു, മുത്തശ്ശി എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് വേറൊന്നുമല്ല, ഉണ്ണിയേട്ടനോട് പറഞ്ഞ് ആ നഷ്ടപരിഹാരത്തിൻ്റെ കേസിൽ നിന്ന് അച്ഛനെ ഒന്ന് ഒഴിവാക്കാവോ എന്നാ മുത്തശ്ശി ചോദിച്ചതെന്ന് പറയണം. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഏത് നഷ്ടപരിഹാരമാണെന്ന് ചോദിക്കുമ്പം, അല്ല ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നതിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി കണ്ണേട്ടൻ കേസ് കൊടുത്തിട്ടുണ്ട്, ആ കേസിൽ നിന്ന് അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാവോ എന്നാ മുത്തശ്ശി ചോദിച്ചതെന്ന് പറയുമ്പം, ഇല്ല അതൊരിക്കലും നടക്കില്ല, എന്തായാലും എൻ്റെ അച്ഛനെ കൊന്നിട്ട് ഇത്രയും നാൾ നിൻ്റെ അച്ഛനും അമ്മാവിനും സുഖമായിട്ട് നടന്നില്ലേ, ഇനി അങ്ങനെ ജീവിക്കേണ്ട, എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ നഷ്ടപരിഹാരം കണ്ണേട്ടന് വേണ്ടെങ്കിലും എനിക്ക് കിട്ടണം.
കണ്ണേട്ടൻ എന്തായാലും ഇഷ്ടംപോലെ സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ട്. എനിക്കും എൻ്റെ അമ്മയ്ക്കോ ഒന്നുമില്ലാത്തത്. അതുകൊണ്ട് ആ നഷ്ടപരിഹാരം എനിക്കും എൻ്റെ അമ്മയ്ക്കും കിട്ടണം. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, എന്നാലും ഉണ്ണിയേട്ട ആ നഷ്ടപരിഹാരം ഇങ്ങോട്ട് തന്നില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ഉണ്ണിയേട്ടന് അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് എനിക്ക് മാത്രം അവകാശപ്പെടുന്നത്, നിൻ്റെ ചേച്ചിക്കും അതിൽ അവകാശമില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് അവകാശം ഉണ്ടെങ്കിലും അവൾക്കിപ്പോൾ ഒത്തിരി സ്വത്തുള്ളതുകൊണ്ട് അത് അവളത് ചോദിക്കാനൊന്നും പോണില്ല. ആ സ്വത്തെല്ലാം ഉണ്ണിയേട്ടന് കിട്ടും ഉണ്ണിയേട്ട. അതുകൊണ്ട് ആ നഷ്ടപരിഹാരത്തിൻ്റെ കേസിൽ നിന്ന് അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ കണ്ണേട്ടനോട് പറയാമോ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ ഒരിക്കലും പറയില്ല. എന്തായാലും നിൻ്റെ അച്ഛൻ ഉള്ള സമ്പാദ്യം മൊത്തം വിറ്റ് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തടേണ്ടി വരും. അതോടുകൂടി നിൻ്റെ അച്ഛൻ്റെ മുത്തശ്ശിയുടെ അഹങ്കാരം അങ്ങോട്ട് മാറൂലേടി. അല്ലെങ്കിലും നിനക്കും നിൻ്റെ അച്ഛനും മുത്തശ്ശിക്കും എന്നെ എപ്പോഴും കളിയാക്കലല്ലായിരുന്നോ, ഞാൻ മന്ദബുദ്ധിയാണ് മണ്ണുണ്ണിയാണെന്നും പറഞ്ഞ്. ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ ബുദ്ധിമാനായ അച്ഛൻ സമ്പാദിച്ചതൊക്കെ ഏത് രീതിയിലാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ എപ്പോഴും അഹങ്കാരത്തോടു കൂടി എന്നോട് പറയുമായിരുന്നല്ലോ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന്. എന്നെ ഉപേക്ഷിച്ച് പോയാൽ നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സമ്പാദ്യമുണ്ട് നിനക്ക് ജീവിക്കാൻ. അതുകൊണ്ട് എൻ്റെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തേടി, നിൻ്റെ മുത്തശ്ശി കാല് പിടിച്ചിട്ടാണല്ലോ ഞാൻ നിന്നെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നേന്ന്. ആ സമയത്ത് കരുണ ആകെ ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുമ്പം ഈ ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആസ്പത്രിയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് നീ റോട്ടിൽ എല്ലാവരുടെയും മുന്നിലിട്ട് എൻ്റെ ചെകിടത്തടിച്ചത്, അതൊന്നും ഞാൻ മറന്നിട്ടില്ലടി. അതിനൊക്കെ നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന്. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ കരുണ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും മോഹിനിനെയും ഒക്കെയാണ്. മോഹിനിയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ ഓമനിച്ചുകൊണ്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, മോള് ലേഹയുടെ വീട്ടിലേക്ക് പോകുമ്പം ഞാൻ മോൾക്ക് ആവശ്യമുള്ള മരുന്നും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ കൊടുന്ന് തരാട്ടോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തിനാ അമ്മയും എനിക്കൊപ്പം ലേഹയുടെ വീട്ടിലേക്ക് വന്നാൽ മതി, അമ്മയ്ക്കും അവിടെ നിൽക്കാമല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ മോശമല്ലേ മോളെ, അവിടെ അനന്തുമൊക്കെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അനന്തുവേട്ടന് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല, അമ്മ അവിടെ വന്ന് നിൽക്കാത്തതിൻ്റെ വിഷമം അവർക്കുള്ളൂ എന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാമെന്ന്. ആ സമയമാണ് നമ്മളുടെ ലേഹ അങ്ങോട്ട് വരുന്നത്. ലേഹ വന്നതും ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ലേഹയുടെ അടുത്തേക്ക് തന്നെയല്ലേ മോളും കുഞ്ഞും വരുന്നത്, അപ്പോൾ പിന്നെ ലേഹയ്ക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കാമെന്ന് പറയുമ്പം ലേഹ പറയുന്നുണ്ട്, അതൊന്നും അല്ല, ഞങ്ങളും കണ്ണേട്ടനും അടുത്തടുത്തവരെ വീട് പണിത് താമസിക്കാമെന്നാണ് തീരുമാനിച്ചേക്കണേ. മഹീനെയും കുഞ്ഞിനെയും കമലേശ്വരത്തേക്ക് വിടാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അവിടെ കരുണ ഉള്ളിടത്തോളം മഹിയും കുഞ്ഞും അവരുടെ സുരക്ഷിതരായിരിക്കില്ല എന്ന്. അത് കേട്ടതും മോഹിനി പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരെ, കരുണയുടെ സ്വഭാവം ഒന്നും ഒരിക്കലും മാറില്ല. അവള് മോളോടും കുഞ്ഞിനോടും ഉള്ള പക എങ്ങനെ വീട്ടൂന്നും പറയാൻ പറ്റില്ല. അത് കേട്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ പേടിയോടുകൂടി മോഹിനിയുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.